ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ കാലമായി. ഇത് പാവയ്ക്ക തൊക്കാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ഇത് എൻ്റെ കൂട്ടുകാരി കൊണ്ടുതന്നതാണ്. ഇതിനെ ആദ്യം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കനം കുറഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കണം. ചീനച്ചട്ടിയിൽ 1 കപ്പ് തേങ്ങ, 3 വറ്റൽമുളക്, 1 സ്പൂൺ കുരുമുളക്, 2 സ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ജീരകമൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്ത് കോരി വെക്കണം. അത് തണുപ്പിച്ച് വെക്കാം. ഇനി ആ ചീനിച്ചട്ടിയിൽ തന്നെ ഒരു 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് ഈ പാവയ്ക്കയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞു പോകാതെയാണ് നമ്മളിതിനെ വറുത്ത് കോരി എടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കറണ്ട് പോയി കേട്ടോ, അതാണ്. ഇനി നമുക്ക് ഈ കുറച്ചേ ഇട്ട് നമുക്ക് ഈ പാവയ്ക്ക നമുക്ക് വറുത്ത് കോരി വയ്ക്കാം. ഈ പാവയ്ക്ക തൊക്കാണെങ്കിൽ ഉണ്ടല്ലോ വളരെ ടേസ്റ്റിയാണ്. ഒരാഴ്ച ആയാലും ഇത് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാം. ഇത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ഇതിനെ വെള്ളമൊന്നും ഇല്ലാത്ത ഒരു കുപ്പിയിൽ തണുത്തതിന് ശേഷം ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു 4 സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിടണം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ നമുക്ക് ചേർക്കാം. കറിവേപ്പില കൂടെ ചേർത്ത് നമുക്ക് ഇതിനെ നന്നായിട്ട് വഴറ്റണം. ഇനി നമുക്ക് തേങ്ങ തണുത്തതുകൊണ്ട് നമുക്ക് തേങ്ങ മിക്സിയിൽ എടുത്ത് വെച്ച് നമുക്ക് അരയ്ക്കാം. ഇതിലേക്ക് ഈ പാനിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന പാവയ്ക്ക കൂടെ നമുക്ക് ചേർക്കണം കേട്ടോ. ചേർത്തിട്ട് ഇതിന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി എടുത്ത് ആ പുളി വെള്ളവും കൂടെ നമുക്ക് ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, മല്ലി, മുളകൊക്കെ ഉണ്ടല്ലോ, അതുകൂടെ നമുക്ക് ചേർക്കണം. ചേർത്ത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിനെ അടച്ച് വെച്ച് നമുക്കിതിനെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. വേഗം നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു 15 മിനിറ്റ് മതി. നന്നായിട്ട് തിളച്ച് വന്നു. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതിലേക്ക് ഞാൻ മുളപ്പിച്ച ഉലുവയാണ് വറുത്ത് ചേർത്തിരിക്കുന്നത്. എണ്ണയിലാണ് ഇട്ട് വറുത്ത് ചേർക്കേണ്ടത്. ഇതുകൂടെ ചേർക്കുമ്പോൾ വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവർക്കും കഴിക്കാം, എല്ലാ പ്രായത്തിലുള്ളവർക്കും കഴിക്കാം. ഒരാഴ്ചയായാലും ചീത്തയാവില്ല. ജോലിക്ക് പോകുന്ന നമ്മുടെ കൂട്ടുകാർക്ക് ഇത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. നമുക്ക് ജോലിയും കുറവാണ് കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം.